ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് തയ്യാറാക്കുന്നത് ദോശ പപ്സിൻ്റെ റെസിപ്പിയാണ്. ഇത് നിങ്ങൾക്ക് ഡിന്നറായിട്ടും അതേപോലെ കുട്ടികളുടെ ലഞ്ച് ബോക്സിലൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ഇനി നമുക്ക് വീഡിയോ കാണാം. നമുക്ക് ദോശ പപ്സ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു മസാല തയ്യാറാക്കണം. അതിന് വേണ്ടി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഒരു 2-3 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 3 വലിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് ഇട്ടിട്ട് നമുക്കൊന്ന് വാട്ടിയെടുക്കാം. അങ്ങനെ നമ്മുടെ ഉള്ളി വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3 പച്ചമുളക്, ഒരു 1/4 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇഞ്ചിയും പച്ചമുളകിൻ്റെ എല്ലാം ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് വാട്ടിയെടുക്കാം. അങ്ങനെ ഇഞ്ചിൻ്റെയും പച്ചമുളകിൻ്റെയും വെളുത്തുള്ളിൻ്റെയും ഒക്കെ പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാനുണ്ട്. അതിനുവേണ്ടി ഗ്യാസ് ഒന്ന് ലോ ഫ്ലെയിമിലൊന്ന് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂണോളം ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇതൊക്കെ ചേർത്ത് ഈ ഒരു പൊടികളുടെ ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് വാട്ടിയെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേവിച്ച് ഉടച്ച ചിക്കനാണ്. ഈ ചിക്കനിലേക്ക് ഞാൻ കുറച്ച് കുരുമുളകും കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾ പൊടിയും ഇട്ട് ഒരു വിസിൽ വരുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്ത് എടുത്തിട്ട് ഒന്ന് പൊടിച്ചെടുത്തതാണിത്. കൈ കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് പിച്ചെടുത്തതാണിത്. അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു മസാലയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നേരത്തെ ഞാൻ ഉപ്പിട്ടിരുന്നു, പക്ഷേ ഇനിയും കുറച്ചും കൂടി ഉപ്പ് ആവശ്യമായിട്ട് വേണം. നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം മല്ലിയിലയും ചിക്കനൊക്കെ നന്നായിട്ടൊന്ന് വാടി വരട്ടെ. ഒന്ന് ജസ്റ്റ് ഒന്ന് അധികം ഫ്രൈ ആവണ്ട, എന്നാലും നല്ലൊരു ഡ്രൈ മസാലയായി വരുന്നത് വരെ നമുക്കിതൊന്ന് മസാല ആക്കി എടുക്കണം. അങ്ങനെ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ദോശ പപ്സിന് വേണ്ടിയിട്ട് ദോശ തയ്യാറാക്കണം. ഓക്കെ, അപ്പോൾ അതിനു വേണ്ടി ഞാനൊരു 2 കപ്പ് മൈദപ്പൊടി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു 2 മുട്ട ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്തിട്ട് വരാം. ഓപ്പൺ ചെയ്യാം. നല്ല അടിപൊളിയായിട്ട് തന്നെ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ നല്ല ലൂസായിട്ട് തന്നെ വേണം ഇത് നമ്മൾ കലക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. മിക്സിയിലാകുമ്പോൾ ഇത് നല്ല കട്ടൊന്നും കെട്ടാണ്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്കിത് കലക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പിന്നെ ഒന്ന് കലക്കിയെടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നല്ല ലൂസായിട്ടാണ് ഈ ഒരു ബാറ്റർ നമുക്ക് വേണ്ടത്. ഈ ഒരു പരുവത്തിൽ. ഇനി നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പാന് നല്ലതുപോലെ ചൂടായി വരുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് ബാറ്റർ ഒഴിച്ചിട്ട് നമുക്ക് ദോശ ചുട്ടെടുക്കാം. അങ്ങനെ ദോശ മൊത്തം ഒന്ന് ആറി വന്നിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം.
അധികം ഒന്നും മൊരിച്ചെടുക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ഉണങ്ങി വന്നാൽ മാത്രം മതി. ഇതാ ഈ ഒരു രൂപത്തിൽ. മുട്ട ഇട്ടത് കൊണ്ട് തന്നെ ഇത് കീറിപ്പോവോ അങ്ങനെയുള്ള ഒരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ദോശ പപ്സിൻ്റെ ഉള്ളിൽ വെക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു മുട്ട പുഴുങ്ങി ഇതേ രൂപത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതും നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ദോശ പപ്സ് സെറ്റ് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. എന്നിട്ട് കുറച്ച് നടുക്ക് വൈറ്റ് മസാല ഇട്ട് കൊടുക്കാം. മസാല ഒന്ന് പരത്തി തന്നെ വെച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ പീസാക്കി വെച്ച മുട്ട ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു സൈഡ് ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കാം, ഈ ഒരു സൈഡ് ഇപ്പുറത്തൊന്ന് മടക്കി കൊടുക്കാം. ഇതിങ്ങോട്ടൊന്നും ചെയ്ത് കൊടുക്കാം, അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഈ ഒരു രീതിയിൽ നമുക്കൊന്ന് മടക്കിയെടുക്കാം. ഇനി ഇതിന് നമുക്ക് കുറച്ചൊന്ന് ഓയിലിട്ടിട്ട് ഒന്ന് വാട്ടിയെടുക്കണം. അങ്ങനെ ദോശ പപ്സ് ഒന്ന് വാട്ടിയെടുക്കേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ചൂടായ പാനിലേക്ക് നമുക്ക് കുറച്ച് RKG അല്ലെങ്കിൽ ഡാൽഡയോ മറ്റും നമുക്കൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നമ്മുടെ ദോശ പപ്സ് കുറച്ച് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് തിരിച്ചും മറിച്ചു ഇട്ടിട്ട് ഒന്ന് വാട്ടിയെടുത്താൽ മതി. ദോശ പപ്സിൻ്റെ ഒരു സൈഡ് ആയിട്ടുണ്ടാവും, ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ അടിപൊളി ദോശ പപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അടുത്ത പുതിയ റെസിപ്പിയുടെ വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.